ഹായ്, ഇത് നിങ്ങളുടെ ബൈജു ആണ്, SME നിന്ന്. ആക്ച്വലി ഇപ്പോൾ പുതിയ സെബിയുടെ റൂൾസിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എഡ്യൂക്കേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി പുതിയ കണ്ടന്റ് പഠിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് പഠിച്ചുകൊണ്ട് ട്രേഡ് എടുക്കണം, അതിനൊരു പ്രോഫിറ്റ് ഉണ്ടാവണം, ഏണിങ്സ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സെബി തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഞങ്ങളോട് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഞങ്ങൾ ഒരിക്കലും അവർക്ക് ഒരു ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലില്ല, കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യും. സ്റ്റോക്കുകളുടെ ആയാലും അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ ആയാലും കണ്ടന്റ് മാത്രം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറും. മാർക്കറ്റ് ഇവിടെ പോകും, നിങ്ങൾ ബൈ ചെയ്തോളൂ, ഇവിടെ പോകും, ബൈ ചെയ്തോളൂ, ഈ സ്റ്റോക്ക് ഏറ്റവും ബെസ്റ്റാണ്, ബൈ ചെയ്യാൻ വേണ്ടി ബൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റി നഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ടിപ്പോ കാര്യങ്ങളോ SME പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കാണിക്കുന്ന പോലെ ഹ്യൂജ് ആയിട്ടുള്ള കുട്ടികളെ കാണിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ ഒത്തിരി അധികം ഒരു 70-80 കുട്ടികളൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കാണിക്കണമെന്ന് ഞങ്ങളുടെ കയ്യിലില്ല. ബിക്കോസ് വി ഡിപ്പെൻഡ് ടു ട്രേഡ്. ഞങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ട്രേഡിൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ പ്രോഫിറ്റ് വരുന്നുണ്ട്. പ്ലസ് എഡ്യൂക്കേഷനായിട്ട് തന്നെ കുട്ടികൾ കിട്ടട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങൾ അന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഞാനിപ്പം അക്കമിട്ട് പറയാം. ഒന്ന്, ഓപ്ഷൻ അല്ലാണ്ട് വേറൊരു സിസ്റ്റം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല എന്ന് ധരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കുണ്ട്. അത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത ആള് അദ്ദേഹത്തിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ഓപ്ഷൻ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിങ്ങൾ ഈ ഓപ്ഷൻ ട്രേഡ് ചെയ്യും. ചെറിയ എമൗണ്ട് മതിയല്ലോ, പഠിക്കാനായാലും ഈ ചെറിയ എമൗണ്ട് ചെന്ന് ട്രേഡ് ചെയ്താൽ മതിയാവും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ആർക്ക് ലാഭം ഉണ്ടാവുന്നത്? ഓപ്ഷനിൽ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. സ്റ്റോക്ക് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്നറിയില്ല, അതിൻ്റെ ടെക്നിക്കൽ എന്താണെന്ന് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് പോലും അറിയില്ല. ഒരു സ്ട്രാറ്റജി പഠിപ്പിച്ചാലും ആ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. ആ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ആ സ്ട്രാറ്റജി വന്നാൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുന്നു. ആ സ്ട്രാറ്റജി എന്താ പറയുക, ആ എഡ്യൂക്കേറ്റഡ് ഇരിക്കുന്ന വ്യക്തിക്ക് ഒത്തിരി ബ്രോക്കറേജ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി ആയിരിക്കും നിങ്ങൾക്ക് തരിക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി ട്രേഡും കിട്ടിക്കൊണ്ടേയിരിക്കും. ഹാപ്പി. സ്ട്രാറ്റജീസ് 6 മാസത്തിനപ്പുറം വർക്കാവില്ല മാർക്കറ്റിൻ്റെ അകത്ത്. അടുത്ത സൈക്കിളുണ്ട്, ഓരോ റൊട്ടേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, റൊട്ടേഷൻ സൈക്കിളുണ്ട്. ആ റൊട്ടേഷൻ സൈക്കിൾ വരുമ്പോൾ പുതിയ ആൾക്കാർ മാർക്കറ്റിലേക്ക് എൻ്റർ ആവും, അവർ പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്യും. ആ സമയത്ത് എഗെയിൻ നിങ്ങൾ പുതിയ സ്ട്രാറ്റജി വയ്ക്കും, ആ മെൻറ്ററിൻ്റെ പോകും, പുതിയ സ്ട്രാറ്റജി എഗെയിൻ വില കൊടുത്ത് വാങ്ങുന്നു, അതേ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്ന ടിപ്പിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നു. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കരുതുന്ന ശതമാനം ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായ വളരെയധികം സങ്കടം തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവിൽ ഒത്തിരി ആൾക്കാരെ കൂട്ടിയ ശേഷം എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പ് കൊടുക്കുക. ടിപ്പ് എന്ന് പറയില്ല, എഡ്യൂക്കേഷനാണ്. ഞങ്ങളുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടാണ് ഇത്രയും ലക്ഷം രൂപ കിട്ടിയത് എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതേ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോകും. കാരണം ഓക്കെ, ഗ്രേറ്റ് തിങ്. പഠിക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പഠിക്കാൻ പോകുന്ന ടൈമിൽ ഈ പറയുന്ന കാര്യമൊന്നും അവിടെ നടക്കില്ല. വ്യക്തമായിട്ട് ഉള്ള ഒരു മറുപടി, നിങ്ങൾ എടുത്ത ട്രേഡിന് ലോസ് ആയത് എന്തുകൊണ്ട് എന്നുള്ള വ്യക്തമായിട്ട് മറുപടി നിങ്ങൾക്ക് കിട്ടില്ല. എന്തുകൊണ്ട് പ്രോഫിറ്റ് ആയെന്നുള്ള മറുപടി കിട്ടില്ല. അത് വന്നോ, ട്രേഡ് എടുത്തോ, ഞാൻ പറഞ്ഞിട്ട് നടന്നു, അത്രേ ഉണ്ടാവും. സീരിയസ്ലി ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സെബിയുടെ റൂൾ. അതായത് ഞാനെന്നുള്ളൊരു ഫ്രഷ് ആയിട്ട് വരുന്ന വ്യക്തി കണ്ടന്റ് പഠിച്ച് ആ കണ്ടന്റിൽ നിന്ന് ട്രേഡ് എടുക്കുന്ന രീതിയിലേക്ക് മാറുന്ന ലെവലിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ ചോദിക്കും, മെന്റർഷിപ്പിൽ സപ്പോർട്ട് എങ്ങനെയാണ്? സപ്പോർട്ട് എന്താ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കണ്ടന്റ് നിന്ന് പഠിക്കുന്നു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഓപ്ഷൻ തിയറിക്കുള്ള പി പ്രൊഫൈലിനെ പറ്റി പഠിക്കുന്നു. ആ പി പ്രൊഫൈലിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏതിൽ ഐഡന്റിഫൈ ഉണ്ടാവണം? നിങ്ങളിരിക്കുന്ന ഓപ്ഷൻ ചാർട്ടിൽ നിങ്ങൾ ഐഡന്റിഫൈ ഉണ്ടാവണം. ഐഡന്റിഫൈ ചെയ്ത ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങളെ മെന്ററായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യണം. അതാണ് ഒരു മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ആ ഡിസ്കഷൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പുതിയ പുതിയ ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. മെന്ററിന് നിങ്ങൾക്ക് കിട്ടും. മെന്ററിനെ ശല്യം ചെയ്യണം. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. മെന്ററിനെ ശല്യം ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കണം. ആ പഠനം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാൽ നിങ്ങൾ മറക്കില്ല. പ്രാക്ടിക്കലാണ്. ഞാനൊരു 6 മാസം 7 മാസം 1 വർഷം വരെ ഞാൻ മാർക്കിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മറക്കില്ല. അതേസമയം പി വന്നു, അതുകൊണ്ടാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾ ബൈ ചെയ്തു. ഞാൻ ടിപ്പ് തരാം. നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ ടിപ്പ് തന്നുകൊണ്ടിരിക്കുന്നു ചോദിച്ചുള്ളൂ. ഒരു 6 മാസം ടിപ്പ് തന്നിട്ട് ഞാൻ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും ഫോളോ അപ്പ് ചെയ്യില്ല. മറന്നുപോകും. ലോജിക്ക് അറിയില്ല എൻ്റെ അകത്ത്. ഓക്കെ, ഈ സിറ്റുവേഷൻസ് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ എടുക്കുക. കണ്ടന്റ് പഠിക്കുക. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് എപ്പോഴും പറയുന്നത് കണ്ടന്റ് പഠിക്കുക. അത് പ്രാക്ടിക്കലായിട്ട് മാർക്കറ്റിൽ നോക്ക്. 10 പ്രാവശ്യം നോക്ക്, 12 പ്രാവശ്യം നോക്ക്. ഡൗട്ട്സ് വരും, അത് ക്ലിയർ ചെയ്യുന്ന പറയുന്നത് നമ്മൾ. അങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു അവസരമാണ് സെബി ഒരുക്കി തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് പറയും ലൈവ് ട്രേഡ് കാണിച്ചു തന്ന ഏറ്റവും ബെറ്റർ അല്ലേ എന്നുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ എടുക്കാനുള്ള കോൺഫിഡൻസ് ഉള്ളേ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഞാൻ 90 ദിവസവും 100 ദിവസവും നിങ്ങൾക്ക് ലൈവ് ട്രേഡിൽ പറയാണ്, ഇവിടെ ഈ ABS വന്നിട്ടുണ്ട്, ഇവിടെ MT വന്നിട്ടുണ്ട്, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഇവിടെ MT വന്നിട്ടുണ്ട്, ABS വന്നിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ MLT ഇവിടെ വന്നിട്ടുണ്ട്, അതിങ്ങനെ വന്ന് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒബ്സർവ് ചെയ്ത്, നിങ്ങളല്ല ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇത് ഡിസ്കഷൻ അല്ല. ഇത് ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, എടുത്തോളൂ ടിപ്പോലെ പറഞ്ഞു തരുന്നത്. അത് ഡിസ്കഷനല്ല. ഡിസ്കഷൻ എൻ്റെ ഒരു ഡിഫറെൻറ്റ്. നിങ്ങളൊരാൾ പറയാണ് എൻ്റെ അടുത്ത്, പഠിച്ചിട്ട് പോയൊരു കുട്ടി എന്നോട് പറയാണ്, ഇവിടെ സാർ MT വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ബൈജുവിടെ MT വന്നിട്ടുണ്ട്, ഇത് ശരിയാണോ? അപ്പോൾ പറയും ശരിയാണ്, അല്ലെങ്കിൽ പറയും ശരിയല്ല, ഇതുകൊണ്ട് ശരിയല്ല, ഇതിൻ്റെ POs ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഉള്ള ഇൻബാലൻസ് ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് ശരിയല്ല. റൈറ്റ് എക്സാമ്പിൾസ് ആവുന്ന ഫൈൻഡ് ഔട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ബ്രോ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യൂ. ഇങ്ങനെ തരുന്ന എഡ്യൂക്കേഷനും ഇവിടെ വന്നു എന്ന് പറഞ്ഞു തരുന്ന എഡ്യൂക്കേഷനും രണ്ടും രണ്ടാണ്. സെബി ഇപ്പോൾ തടസ്സം ഇട്ടിരിക്കുന്നത് റോങ് ആയിട്ട് ബ്രോക്കർ ഇൻകം നേടുന്ന എഡ്യൂക്കേറ്റേഴ്സിനും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും, 2 ലൈവില് നിങ്ങളെ എന്താ പറയുക ഒരു അടിമയാക്കുന്ന എഡ്യൂക്കേഷൻ ടൈപ്പിനും, 3 ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമാണ് തടസ്സം ഇട്ടിരിക്കുന്നത്. അത് ലൈവ് മാർക്കറ്റിൽ ടിപ്പ് പറയുന്ന ഒരു പരിപാടിക്ക്, അത് മെമ്പർഷിപ്പ് പ്രോഗ്രാംസിന്, ഇതൊക്കെയാണ് ഇപ്പോൾ സെബി വന്നിട്ട് തടസ്സം ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നതിനോ ഒരാൾ പഠിപ്പിക്കുന്നതിനോ ഒരു തടസ്സവും വച്ചിട്ടില്ല. റൈറ്റ് ഉള്ള രീതിയിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മെൻറ്റർ നിങ്ങൾ അല്ലെങ്കിൽ ഇത്ര ദിവസം 180 ദിവസം കഴിഞ്ഞ് ഗുഡ് ബൈ പറയുമ്പോഴും നിങ്ങളും ഗുഡ് ബൈ പറഞ്ഞ് മാർക്കറ്റിൽ നിന്ന് പോകും. കാരണം നിങ്ങളുടെ ലിപ്പിന് ക്യാപിറ്റൽ ഉണ്ടാവില്ല. സ്വയം പഠിക്കുക, പഠിക്കുന്നതിൽ തെറ്റ് തിരുത്തുക, എന്നിട്ട് മാർക്കറ്റിലേക്ക് പോവുക. കാരണം എൻ്റെ സൈക്കോളജി നിങ്ങളുടെ സൈക്കോളജിയും വ്യത്യാസമായിരിക്കും. ഒരു മെൻറ്ററിൻ്റെ സൈക്കോളജിയും ഒരു സ്റ്റുഡൻറ്റ് സൈക്കോളജിയും വ്യത്യാസമായിരിക്കും. അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ കോഡുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നുള്ള എന്താ പറയുക സ്ക്രീൻഷോട്ട്സ് ഇടരുത് ചെയ്യരുത്. അത് പണ്ടും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ഉള്ളവർ പഠിക്കാൻ വന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറയാറുണ്ടായിരുന്നത്. എൻ്റെ പിയാനൽ കാണാതെ ആൾക്കാർ പഠിക്കാൻ വന്നാൽ മതി. അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി എന്ത് ചെയ്തിട്ടുണ്ട്, പഴി കേട്ടിട്ടുണ്ട്. ആ പിയാനൽ കാണാതെ പഠിക്കാൻ വന്ന കുട്ടികൾ ഇന്ന് നന്നായ രീതിയിൽ പഠിച്ചിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ചോദിക്കായിരിക്കും, സാറിന് അറിയാവോ ഇവരിങ്ങനെ പഠിപ്പിച്ചു? അറിയാനുള്ള വഴി അതിനകത്തുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇല്ലെന്ന് പറയുന്നില്ല. അതിൻ്റെ കാര്യമുണ്ടെങ്കിൽ ഡയറക്ടർ എന്നെ കോൾ ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഈ വീഡിയോയിൽ പറയുന്നില്ല. ഓക്കെ, പലരും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, പലരും ട്രൈ ചെയ്യുന്നുണ്ട്. ഹാപ്പി ആവില്ല. ഇങ്ങനെ പഠിച്ച കുട്ടികളെ ഇവിടെ ഉള്ളൂ. എൻ്റെ PNL കണ്ടുവന്ന കുട്ടികളല്ല, കണ്ടന്റ് മാത്രം എടുത്തു വന്ന കുട്ടികളാണ്. കണ്ടന്റ് പഠിക്കണം, ഈ കണ്ടന്റ് ബെസ്റ്റ് ആണെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം വന്ന് പഠിക്കുന്ന കുട്ടികൾ. അങ്ങനെ നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നതല്ല കേട്ടോ, വേറെ എവിടെ ആയിക്കോട്ടെ, ഇഫ് എനിവെയർ യു ഗോ ആൻഡ് സ്റ്റഡി ലൈക്ക് ദിസ്, കണ്ടന്റ് എടുക്കുക, കണ്ടന്റ് പ്രാക്ടിക്കലി എന്താ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, എക്സാമിൻസ് ചെയ്യുക, അതിന് ആൻസർ നിങ്ങൾ എടുക്കുക. ആ ആൻസർ തെറ്റോ ശരിയോ നിങ്ങൾ മെൻറ്ററെ കൊണ്ട് വെരിഫൈ ചെയ്യുക. ബെസ്റ്റ് ട്രേഡറായിട്ട് നിങ്ങൾ മാറുക. അപ്പോൾ മാനസികമായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ലൈവ് ട്രേഡ് തരുന്നത് അല്ലെങ്കിൽ വലിയ PNL തരുന്നത്
അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ കോടികൾ കിട്ടുമെന്ന് പറയുന്നിടത്ത് പോകരുത്. ദയവ് ചെയ്ത് പഠിക്കുന്ന കാര്യത്തിലുള്ള ഇൻ ഡെപ്തുള്ള കണ്ടന്റ് എടുക്കാനായിട്ട് പഠിക്കുക പ്ലീസ്. മെൻറ്ററിൻ്റെ കൂടെ ഒന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാം, എൻ്റെ മാനസികാവസ്ഥ റെഡിയാവും. അങ്ങനെ നെവർ എവർ. നിങ്ങൾ സ്വയം പഠിച്ച് നിങ്ങളാണെങ്കിലും മാത്രമേ നിങ്ങൾ മാനസികാവസ്ഥ റെഡിയാവുന്നേ, അല്ലെങ്കിൽ ആകില്ലേ, ഉറപ്പാണ്. അനുഭവം പറയുന്നത്. സ്വയം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ലൈവൊന്നുമില്ല കേട്ടോ. ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ചോദിക്കും, സാർ ഇത് ശരിയാണോ, ഇതിങ്ങനെയാണോ, പഠിപ്പിച്ച ആൾ ഒരു അടുത്തൊരു മെസ്സേജ് റീപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കുന്നത്. ആ ടൈമിലൊക്കെ വാട്സപ്പൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. വേറെ രീതിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന നിംബസൊക്കെ കിട്ടുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത് ഞങ്ങൾക്ക്. പിന്നെ ബുക്സ് വായിച്ച് കിട്ടും. അത് പ്രാക്ടിക്കൽ നിങ്ങൾ സ്വയം പഠിക്കുമ്പോൾ. സ്വയം പഠനത്തിൽ നിങ്ങൾക്ക് ലോജിക്കൽ ഡെവലപ്പ് ചെയ്യും. ലോജിക് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ മാർക്കിനെ പിടിച്ചിരിക്കാൻ പറ്റൂ. കുറച്ചൊക്കെ ഇങ്ങനെ ഞാനിതുമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോസിലായിട്ട് വന്നിട്ടില്ല, പറയണമെന്ന് തോന്നി. ദയവ് ചെയ്ത് ഏതൊരു കാര്യം, ഇപ്പോൾ ഓപ്ഷൻ തിയറി ആയിക്കോട്ടെ, കാൻസ്റ്റിക് ബേസ് ആയിട്ടല്ലേ, ഇനി അടുത്തൊരു റൊട്ടേഷൻ ഫാക്ടേഴ്സ് ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ്, എന്തായിക്കോട്ടെ, സൈക്കിൾ ബേസ് ചെയ്ത് പഠിക്കുക, എന്തായിക്കോട്ടെ, ഫണ്ടമെൻ്റലി പഠിക്കുക. അത് നിങ്ങൾ സ്വയം പ്രാക്ടിക്കലായിട്ട് എടുക്കുക, അത് എക്സാം ചെയ്യുക, അതിൻ്റെ ആൻസർ എടുക്കുക. ആൻസർ തെറ്റോ ശരിയോ എന്ന് നിങ്ങളുടെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ താങ്ക്സ് ടു സെബി, ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ.